ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, എൻ്റെ കൃപാസന മാതാവേ, ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയത്ത് അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവേ, കർത്താവെ ഇന്നത്തെ ദിവസം എൻ്റെ കർത്താവ് ഞങ്ങൾ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു, ഇത്രത്തോളം ഞങ്ങളെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെല്ലാം ഞങ്ങൾ ഇത്രത്തോളം ഞങ്ങൾ ഉയർത്തിയ കൃപകളെ ഓർത്ത് നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. അപ്പാ, ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ ഒന്നുമല്ല അപ്പാ ഞങ്ങൾ ഇത്രത്തോളം ആക്കിയത്. എൻ്റെ തമ്പുരാൻ്റെ ഒരു കൃപ, ഒരു സ്നേഹം, അതുമാത്രമാണപ്പാ ഞങ്ങൾ ഇത്രയും ആവാൻ കർത്താവെ ഞങ്ങളെ സഹായിച്ചത്. കർത്താവെ, ഞങ്ങൾ വെറും കൃമിയാണ്, കീടമാണ് കർത്താവെ. നിൻ്റെ സന്നിധിയിൽ വരുവാൻ പോലും യോഗ്യതയില്ലാത്ത മക്കളാണ് ഞങ്ങൾ, പാപികളാണപ്പാ. കർത്താവെ, ഞങ്ങളുടെ പാവക്കറുകളെല്ലാം തമ്പുരാൻ്റെ തിരുരക്തത്താൽ ഒന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ വാക്കിൽ, ഞങ്ങളുടെ പ്രവൃത്തിയിൽ, ഞങ്ങളുടെ വിചാരത്തിൽ, ഞങ്ങളുടെ നോട്ടത്തിൽ, ഞങ്ങളുടെ സംസാരത്തിൽ ഞങ്ങൾ പാവങ്ങളും തെറ്റുകളും കുറ്റങ്ങളും കർത്താവെ ഉണ്ടപ്പാ. കർത്താവെ, ഒന്ന് ഓർക്കല്ലേ അപ്പാ. കർത്താവെ, ഹല്ലേലൂയ, ഈശോയെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഹല്ലേലൂയ. അപ്പാ, അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പാ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ ഉള്ളംകൈയിൽ നിന്നെ വഹിച്ചുകൊള്ളുമെന്ന് കർത്താവേ. എൻ്റെ തമ്പുരാനെ, കർത്താവെ, ആരെല്ലാം ഞങ്ങളെ കൈവിട്ടാലും എൻ്റെ തമ്പുരാൻ ഓരോ നിമിഷവും ഞങ്ങളെ നടത്തുന്ന കൃപകളെ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അപ്പാ, ഈശോയെ, ആരെല്ലാം കൈവിട്ടാലും എൻ്റെ തമ്പുരാൻ്റെ സ്നേഹം ഞങ്ങളിൽ നിന്ന് മാഞ്ഞു പോകല്ലേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അപ്പാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ വാക്കിൽ, പ്രവൃത്തിയിൽ, വിചാരത്തിൽ, ഞങ്ങളുടെ നോട്ടത്തിൽ, സംസാരത്തിൽ, ഇടപെടലെല്ലാം എൻ്റെ തമ്പുരാനെ ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പാ. ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ താലന്തുകളും എൻ്റെ തമ്പുരാൻ്റെ ദാനമാണപ്പാ. ഞങ്ങൾക്ക് അഹങ്കരിപ്പാൻ ഒന്നുമില്ലപ്പാ. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ കർത്താവെ എല്ലാം എൻ്റെ തമ്പുരാനാണല്ലോ അപ്പാ അറിയുന്നത് കർത്താവേ. ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് അപേക്ഷിപ്പാൻ എൻ്റെ തമ്പുരാനല്ലാതെ ആരുമില്ലേ അപ്പാ. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ കർത്താവെ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എൻ്റെ തമ്പുരാനിൽ ആശ്രയിക്കുന്നതിനേറെ ഇഷ്ടം. അതുപോലെ ഞങ്ങളും എൻ്റെ തമ്പുരാനെ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോയെ, ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ. യോസഫിൻ്റെ കൂടെ കർത്താവെ, ആട്ടിടയനായ യോസഫിൻ്റെ കൂടെ അവൻ്റെ ഓരോ മേഖലയിലും അവൻ അനുഗ്രഹിച്ച കർത്താവ്. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെ അപ്പച്ചാ നീ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ അപ്പാ. ഒരു കർത്താവ്, ഒരു തലമുറ പോലും നഷ്ടപ്പെടുവാൻ ഇടയാക്കലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പോക്കിൽ, ഞങ്ങളുടെ നോട്ടത്തിൽ, സംസാരത്തിൽ, ഇടപെടലെല്ലാം എൻ്റെ തമ്പുരാൻ്റെ കരം ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. ഞങ്ങളുടെ നീലം മേലെങ്കിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലെയും കർത്താവെ, ഞങ്ങളുടെ കൂട്ടുകാരെ, ഞങ്ങളുടെ എല്ലാ ബന്ധുമിത്രാദികളെയും കർത്താവെ, ലോകത്തിലുള്ള എല്ലാ മക്കളെയും എൻ്റെ യേശുഭജം പൊതിഞ്ഞുകൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകം മുഴുവനുമായ എല്ലാ മക്കളെയും അവരുടെ പ്രയാസങ്ങൾ എൻ്റെ തമ്പുരാൻ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ മറയ്ക്കണമേ കർത്താവ്. ഒരു ദുഷ്ടശക്തി പോലും കർത്താവ് ഞങ്ങളെ ആരെയും തൊടുവാനോ നോക്കുവാനോ ഇടയാക്കലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ ഈശോയെ. ഈ സന്ധ്യാസമയത്ത് എൻ്റെ തമ്പുരാനെ ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. എൻ്റെ അപ്പാ, നീ ഞങ്ങളെ മറയ്ക്കണമേ കർത്താവെ. ഞങ്ങൾ അത് രാവിലെ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമ്പോൾ കർത്താവെ, ഹല്ലേലൂയ, ഈശോയെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഞങ്ങൾ ഉറങ്ങുവാൻ പോകുമ്പോൾ മാലാഖമാരാ ഞങ്ങളെ കാവൽ നിർത്തണമേ. ഒരു ദുഷ്ടശക്തി പോലും ഞങ്ങളെ തൊടുവാൻ അപ്പാ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. മേലെങ്കിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണേ അപ്പാ. അത് രാവിലെ എഴുതിയിട്ട് സ്തുതിപ്പാൻ തക്ക ഇടയാക്കണമേ. സർവ്വ യേശു നാം താഴ്മയോടും കൃപയോടും കരുണയോടും കേൾക്കുമാറാണമേ പൊന്നു കർത്താവേ. ആമേൻ.